fight. You're a vision, pure delight. Every detail, every lace brings the beauty of your face. You are so beautiful, radiant and bright. A moment so perfect on this special night. In your presence the world seems new. You are so beautiful through and through. What gift of grace is Jesus, my Redeemer? There is no more for heaven now to give. He is my joy, my righteousness and freedom, my steadfast love, my deep and boundless peace. To this I hold, my hope is only Jesus. For my life is wholly bound to Him. Oh, how strange and divine, I can sing, all is mine, yet not I, but through Christ in me. The night is dark, but I am not forsaken. For by my side, the Savior, He will stay. I labor on in weakness and rejoicing, for in my need His power is displayed. To this I hold, my shepherd will defend me. Through the deepest valley He will lead. Oh, the night has been won, and I shall overcome, yet not I, but through Christ in me. Only through Jesus I give it all to I give it all. No fate I tread, I know I am forgiven. The future sure, the price it has been paid. For Jesus bled and suffered for my pardon, and He was raised to overthrow the grave. എന്നെ അൻപോടു ദിനം തോറും നടത്തുന്ന പൊന്നേ അനന്തം വന്ദനമേ എൻ്റെ പൊന്നേ അനന്തം വന്ദനമേ. നന്ദി കൊണ്ടെൻ്റെ ഉള്ളം നന്ദി നിറയുന്നേ സന്നാമോടെ സ്തുതി പാടിടുന്നേ ദേവാസന്നാമോടെ സ്തുതി പാടിടുന്നേ. ഉള്ള നിൻ സർവ നന്മകൾക്കായി ഞാനെന്തോ ചെയ്യേണ്ടു നിനക്കേ
യേശുപരാ ഇപ്പോഴെന്തോ ചെയ്യേണ്ടു നിനക്കേശുപരാ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. എന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധമാക്കപ്പെടണമേ. നിറഞ്ഞവറിയാം ഇതിനൊക്കെ സമാധാനം. അവയങ്ങൾക്ക് വേണ്ടി സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ദൈവമേ, ശ്രേഷ്ഠമായ ഈ ദിനത്തിൽ ആരാധനയ്ക്ക് ശേഷം ഞങ്ങൾ ഒന്നിച്ച് ഭവനത്തിലേക്ക് ചേർന്നു വന്ന സ്വർഗമേ, കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഞങ്ങളുടെ മകളെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ തന്ന നാഥ വലിയ കൃപയ്ക്കായിട്ട് നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. സങ്കീർത്തനക്കാരൻ പാടിയതുപോലെ ദൈവം ചൊരിഞ്ഞതും ചൊരിഞ്ഞു കൊടുത്തതുമായ ഞങ്ങളുടെ മകളുടെ ജീവിതത്തിൽ അവിടെ നൽകിയതുമായ എല്ലാ നന്മകളെ ഓർത്ത് ദൈവസന്നിധിയിൽ ഞങ്ങൾ ഈ നിമിഷം നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നതാണ്. ദൈവമേ, കഴിഞ്ഞകാല ജീവിതങ്ങളിൽ ശ്രേഷ്ഠമായ ജോലി മേഖലയൊക്കെ ഞങ്ങളുടെ മകൾക്ക് നീ അവിടുന്ന് ഒരുക്കി കൊടുത്തു. തക്കതായ തുണയെ, ഏറ്റവും അനുയോജ്യമായ തുണയെ തമ്പുരാനെ നിന്റെ കൃപയാൽ നീ അവിടുന്ന് കൂട്ടിച്ചേർക്കുന്ന വലിയ നന്മയ്ക്കായിട്ട് ദൈവമേ ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. ഇരു കുടുംബങ്ങളും ഒന്നിച്ച് ചേർന്നെടുത്തതായ ശ്രേഷ്ഠമായ തീരുമാനത്തെ ഈ ദിനത്തിലേക്ക്, ആ തീരുമാനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ദിനത്തിലേക്ക് നിന്റെ മക്കൾ ചേർന്ന് വരുമ്പോൾ ഞങ്ങളുടെ മകളെ, അവൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന മകനെ ദൈവസന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ദൈവം ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കുന്ന അനുഭവം ആയിത്തീരണമേ. ദൈവമേ, തലമുറകളുടെ സന്തോഷവും അനുഗ്രഹവും ഒക്കെ മാതാപിതാക്കൾ കാണുക എന്നത് വലിയ പ്രാർത്ഥന ഓരോ അപ്പൻ്റെയും അമ്മയുടെയും ഉള്ളിൽ ഒരു നീറുന്ന നൊമ്പരമായി എപ്പോഴും ഉള്ള ഒന്നാണല്ലോ ദൈവമേ. ഈ പ്രിയ മാതാപിതാക്കൾ, പ്രിയപ്പെട്ട ഷൈനയുടെ മാതാപിതാക്കൾ പ്രിയപ്പെട്ട മകളെ ഓർത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ആ പ്രാർത്ഥനകളെ കേൾക്കുന്ന, അവൾക്ക് തക്കതായ തുണയെ അവിടുന്ന് കാട്ടിക്കൊടുക്കുന്ന ഒരു അനുഭവം ദൈവമേ ഞങ്ങളുടെ മകളുടെ ജീവിതത്തിൽ അവിടുന്ന് നൽകിയല്ലോ. അനേകം പേര് ദൈവമേ വിവാഹപ്രായം എത്തിയിട്ട് തമ്പുരാനെ ഒന്നും അങ്ങോട്ട് റെഡിയാകാതെ പ്രാർത്ഥനയോടെ മുമ്പോട്ട് നീങ്ങുമ്പോൾ ഞങ്ങളുടെ മകളുടെ ജീവിതത്തിൽ ദൈവമേ അങ്ങ് കൊടുത്ത വലിയ നന്മയ്ക്കായിട്ട് ദൈവമേ നിന്നെ നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എൻ്റെ ദൈവം എത്ര വലിയവനാകുന്നുവല്ലോ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുന്ന, ഞങ്ങളുടെ കണ്ണുനീരുകൾ കാണുന്ന, പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഞങ്ങളെ കൈക്ക് പിടിച്ച് ഞങ്ങൾ നടത്തുന്ന ഒരു ദൈവമാണല്ലോ ഞങ്ങൾക്കുള്ളത്. പ്രിയപ്പെട്ട ചോൻചായനെ കുടുംബമായിട്ട് ദൈവസന്നിധിയിൽ ഓർക്കുന്നു. ദാസന്റെ ബലഹീനതകൾ, ആരോഗ്യത്തിന്റെ പ്രതിസന്ധികളിലൊക്കെ ദൈവമേ നീ അവിടുന്ന് താങ്ങായി തണലായി ചേർന്ന് നിന്ന് വഴി നടത്തി. തലമുറകളെ 3 പേരെ നീ ഇവിടെ നൽകി അനുഗ്രഹിച്ചു. അവരുടെ ജീവിതവും ഭാവിയും ഒക്കെ കാണുവാനപ്പാ നീ ഇവിടുന്ന് ഇടവരുത്തിയല്ലോ. ദൈവമേ, സഹോദരങ്ങൾ 2 പേരെയും ദൈവസന്നിധിയിൽ ഓർക്കുന്നു. തമ്പുരാനെ, അവരുടെയൊക്കെ പ്രാർത്ഥന ഈ പ്രിയ മകളോടൊപ്പം ഉണ്ടായിരിക്കുന്നു. ഓരോ ചെറിയ കാര്യങ്ങൾ ഒന്നിച്ച് ചേർന്ന് തീരുമാനങ്ങൾ കൈക്കൊണ്ടുകൊണ്ട് നിന്റെ മക്കൾ മുമ്പോട്ട് പോകുമ്പോൾ എൻ്റെ ദൈവം അതിനിടയിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് വഴികാട്ടിയാകണമേ.
അപ്പോൾ ഞങ്ങൾ നിന്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ മധ്യമുണ്ട് നരളിയ ദൈവമേ, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കിടക്കുമെന്ന് ദാവീദ് പറഞ്ഞതുപോലെ എൻ്റെ കൃപ നിനക്ക് ശക്തി ബലഹീനതയിൽ തികഞ്ഞുവെന്ന പരിശുദ്ധനായ പൗലോസ് അരുളി ചെയ്തതുപോലെ ഞങ്ങൾ ഒന്നിച്ച് ദൈവമേ നിന്റെ കൃപയിൻ കീഴിൽ ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങളെ, പ്രത്യേകിച്ച് ഞങ്ങളുടെ മകളെ ദൈവസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, എബ്രഹാമിനെയും ഇസ്ഹാക്കിനെയും യാക്കോബിനെയും യൗസേപ്പിനെയും അവിടുന്ന് അനുഗ്രഹിച്ചുവല്ലോ. അവരുടെ ജീവിതങ്ങളിൽ അനുഗ്രഹങ്ങളും കൃപകളും കൊണ്ട് നീ നിറച്ചുവല്ലോ. ഞങ്ങളുടെ മകളുടെ കുടുംബ ജീവിതത്തെ നീ ഇവിടുന്ന് വാഴ്ത്തണമേ. നന്മകൾ കൊണ്ട് അവളെ നിറയ്ക്കണമേ. ഭവനത്തിന് ഞങ്ങളുടെ മകൾ അനുഗ്രഹമായി തീരുമാനപ്പാ നീ ഇവിടുന്ന് ഇടവരുത്തണമേ. യോബിനെ നീ ഇവിടുന്ന് വേരുകെട്ടി അവൻ്റെ ജീവനെ നീ സംരക്ഷിച്ചതുപോലെ ഞങ്ങളുടെ മകൾക്ക് ദൈവമേ നിന്റെ കാവലും കോട്ടയും എന്നും എപ്പോഴും ഉണ്ടായിരിക്കണമേ. അവൾക്കായി ഒരുക്കപ്പെട്ട മകനെ കുടുംബമായിട്ട് ഓർക്കുന്നു. ആ ഭവനത്തിന് ഇന്നത്തെ എല്ലാ ക്രമീകരണങ്ങളും ദൈവമേ നിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. ഞങ്ങളുടെ യാത്രയിലൊക്കെ ദൈവമേ നീ ഇവിടുന്ന് കൂടെ ഇരുന്ന് വഴി നടത്തണമേ. സന്തോഷത്തോടെ ഇവിടുന്ന് യാത്ര തിരിച്ച് സമാധാനത്തോടെ അവിടെ എത്തിച്ചേർന്ന് പ്രാർത്ഥനയോടെ കുദാശയെ സംബന്ധിച്ച് തിരികെ ഭവനത്തിലേക്ക് വരുവാൻ ഓരോ മക്കളെയും നീ ഇവിടുന്ന് ഇടവരുത്തണമേ. സ്വർഗം ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കും. ഈ ഭവനം വഴിയായി നിന്റെ അടുക്കിലേക്ക് കടന്നു വന്ന എല്ലാ വിശ്വാസികളുടെ ആത്മാക്കൾക്കും ഇമ്പങ്ങളുടെ പർദീസായി നീ അവർക്ക് ഉന്നതമായ വാസം ഒരുക്കുമാറാക്കണമേ. അവരുടെ പ്രാർത്ഥനകളും മധ്യസ്ഥതകളും ഒക്കെ ഞങ്ങളുടെ മകൾക്ക് എപ്പോഴും കാവലായിരിക്കണമേ. അച്ചുമുഞ്ചാനും അവിടെ സഹോദരങ്ങളെല്ലാം ഓർക്കുന്നു. അവരെല്ലാം വന്നു ചേർന്നിരിക്കുന്നില്ലോ ഈ ഭവനത്തിൻ്റെ സന്തോഷത്തിൽ. അവരുടെയൊക്കെ കൂടി വരവ്, അവരുടെയൊക്കെ പ്രാർത്ഥന ഞങ്ങളുടെ മകൾക്ക് കാവലായിരിക്കണമേ. ആയത് പരിശുദ്ധ ദൈവമാതാവിൻ്റെയും യൂഹാനൻ മദ്ദാനായുടെയും ഗീവർഗീ സഹദായുടെയും പ്രിയാക്കോ സഹദായുടെയും സ്തേഫാനോ സഹദായുടെയും ബഹനാം സഹദായുടെയും എൽദോമാർ ബെസീലിയോസിൻ്റെയും പരിമല മാർ ഗ്രിഗോറിയോസിൻ്റെയും പട്ടശ്ശേരിയിൽ മാർ ദിവനാസിൻ വൃത്തിയാൽ ദൈവമേ ഈ ദേശത്തിനും ഞങ്ങളുടെ ഇടവകയ്ക്ക് മധ്യസ്ഥനായ പരിശുദ്ധനായ മാർത്തോമാ ശ്ലീഹായുടെ മധ്യസ്ഥതയും പ്രാർത്ഥനയും ഞങ്ങളുടെ മകൾക്ക് ഇന്നും എപ്പോഴും കോട്ടയും കാവലുമായിരിക്കണമേ. ആമീൻ. കരുണയുള്ള ദൈവമേ, നിന്റെ വാതിൽ ഞങ്ങൾ അപേക്ഷയുടെ തുറന്നിട്ടുന്നു. ദൈവമേ, നല്ലവനെ അപേക്ഷയുടെ സ്ഥലം കേട്ട് യാതിനകൾക്ക് മറുപടി നൽകുമാറാകണമേ. ആമീൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധ റുഹായുടെ സംബന്ധവും സഹവാസവും അപ്പാ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഓർത്ത് പ്രാപിച്ച എല്ലാ കാര്യങ്ങളും ദൈവമേ ഞങ്ങളുടെ കൂടി വരവിന്മേൽ പ്രത്യേകിച്ച് തമ്പുരാനെ വിവാഹകുദാശയിലൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഞങ്ങളുടെ മകളുടെ അവിടെ ഓരോ ദിവസങ്ങളിലും ഓരോ ക്രമീകരണങ്ങളും ദൈനംദിനമായ എല്ലാ ആവശ്യങ്ങളുടെ മേലും അവരൊത്തുള്ള സന്തോഷകരമായ ജീവിതത്തിൻ്റെ മേലും ഇരു ഭവനങ്ങളുടെ മേലും വന്നുചേർന്ന എല്ലാ മക്കളുടെ മേലും ഞങ്ങളുടെ യാത്രയിൽ മേലും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. To this I hold, my sin has been defeated. Jesus now and ever is my plea. Oh, the chains are released, I can sing, I am free, yet not I, but through Christ in me. With every breath I long to find
വേദങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളോട് കരുണയണമേ. ദൈവമേ നിനക്ക് സ്തുതി. സഭ്യവസനായ ഞങ്ങളുടെ പിതാവേ, സമാധാനം. സന്തോഷത്തിന്റെ അനുഭവം ആനന്ദത്തിന്റെ പൂർണ്ണീകരണവും നിന്നോട് കൂടെയും നീ മുഖാന്തരമുണ്ടാകുവാൻ തക്കവണ്ണം അക്ഷയമായ സന്തോഷത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെ ദേഹികളുമാത്മാക്കളും നിന്നാൽ ആനന്ദിക്കുവാനാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ ദുഃഖങ്ങൾ മായ്ക്കപ്പെടുകയും നിന്റെ ദേവാലയങ്ങളുടെ സുഹൃത്തുക്കൾ വർദ്ധിക്കുകയും അനുഗ്രഹങ്ങൾ നിറഞ്ഞ് കവിയുകയും ഞങ്ങളുടെ മനസ്സാക്ഷികൾ ശ്രേഷ്ഠമായി തീരുകയും ചെയ്യണമേ. ഞങ്ങളുടെ മണവാളൻ പൂർണ്ണനും ഈ മണവാട്ടിയെ ശ്രേഷ്ഠയുമായി തീരണമേ. നിന്റെ ആദ്യം മുതൽ നിന്നെ പ്രീതിപ്പെടുത്തിയിട്ടുള്ള സർവ പരിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ അക്ഷയമായ സൗഭാഗ്യാവസ്ഥയിൽ ഞങ്ങൾ ആനന്ദിക്കുമാറാകണമേ. തിരുവത്ര പരിശുദ്ധാത്മാവാൻ ദൈവമേ, നിന്റെ പരിശുദ്ധന്മാരുടെ കൂട്ടത്തിലും വത്സലവാന്മാരുടെ ഗണത്തിലും ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ദൈവമേ നിനകൃപയും എന്നോട് കരുണയണമേ. നിന്റെ കരുണയുടെ ബോധത്തിൻ പ്രകാരം എൻ്റെ ലംഘനങ്ങൾ മായ്ച്ചു കളയണമേ. നിനക്ക് വിരോധമായി തന്നെ ഞാൻ പാപം ചെയ്തു. നിന്റെ തിരുമുൻപിൽ തിന്മകൾ ഞാൻ ചെയ്തു. എന്നാൽ നിന്റെ വചനത്തിൽ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായവിധികളിൽ നീ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. എന്നാൽ ന്യായത്തിൽ ഞാൻ ഉത്ഭവിച്ചു. പാപങ്ങളിൽ എൻ്റെ മാതാവിനെ ഗർഭം ധരിക്കുകയും ചെയ്തു. നിന്റെ ആനന്ദവും സന്തോഷവും ഉടനെ തൃപ്തിയാകണമേ.
തിരുമുഖം തിരിച്ച് എൻ്റെ അതിക്രമങ്ങളൊക്കെയും മായ്ക്കണമേ. എന്നാലോ നിന്നെ ആനന്ദോ രക്ഷയും എനിക്ക് തിരികെ തരണമേ. മോഹമുള്ള നിലഹോമ എന്നെ താങ്ങുമാറാകണമേ. അപ്പോൾ നിൽക്കുന്നവരെ നിന്റെ വഴികൾ പഠിപ്പിക്കും, ഭാവികൾ നിങ്ങളെ കരുതുകയും ചെയ്യും. എന്നാൽ വിലകളുടെ തിരുമനസ്സായില്ല, ഹോമബലികളിൽ നിരമായതുമില്ല. ദൈവത്തിൻ്റെ ബലികൾ താഴ്മയുള്ളതാകുന്നു, ദൈവം പറഞ്ഞുകളെ നിരസിക്കുന്നില്ല. പരിശുദ്ധാത്മാവാം ദൈവമേ, ആകാശത്തെയും ഭൂമിയെയും ഉയരത്തെയും ആഴത്തെയും സംയോജിപ്പിച്ചാൽ സമാധാനം ഇപ്പോൾ പരസ്പരം സമീപിച്ചിരിക്കുന്ന ഈ ഞങ്ങളുടെ സഹോദരങ്ങളെ സംയോജിപ്പിക്കുകയും തന്മൂലം ആയുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും ജീവിതത്തെ പൂർണ്ണമുള്ള ഐക്യമത്യം ഇവരുണ്ടാവുകയും ചെയ്യണമേ. വാർഖമോ Thank you.
കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല ഉന്നത്യവും നിത്യവും ഇടവിടാതെ കരേറ്റുവാൻ അടിയങ്ങൾക്ക് സംഗതിയാക്കി തീർക്കണമേ. ബാരക്കുമോർ വിജാതീയ പുത്രിയെ തനിക്ക് സഭയായി തിരഞ്ഞെടുത്ത എല്ലാവിധ കളങ്കങ്ങളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും തന്റെ വിജയ രക്തത്താൽ അവളെ വെളിപ്പാക്കി ഭൗമിക സഭയ്ക്ക് നിശ്ചയം ചെയ്ത് താൻ തന്നെ അവൾക്ക് വരനായി തീരുകയും അശുദ്ധ പിശാചുക്കളുടെ ദാസത്തിൽ നിന്ന് അവളെ രക്ഷിച്ച് സർവ്വവിധ കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത സ്വർഗീയ മണവാളന് സ്തുതി. തന്റെ സഭയുടെ വിരുന്നിലേക്ക് എല്ലാ വിജാതികളെയും സ്വജാതികളെയും ദീർഘദർശിമാരെയും സ്നേഹന്മാരെയും സകല വംശങ്ങളെയും ക്ഷണിച്ചവനായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. തന്റെ ദാസരുടെ മോതിരം വാഴ്വിന്റെ ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുസ്സിന്റെ ദിവസങ്ങളൊക്കെ സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. പാർക്കുമോർ ബുക്കുലഹുൻ യോമോസുദായ മനുഷ്യരുടെ സർവവിജ്ഞാനത്തിൽ നിന്ന് ഉയർന്ന് അവയ്ക്ക് അതീതനായിരിക്കുന്നവനും സദാ നന്മകളിൽ സമ്പന്നനും തിന്മകളിൽ നിന്ന് വിദൂരനും ദൈവികാനുഗ്രഹങ്ങളുടെ ഉറവയുമായ ദൈവമേ, നീ അനശ്വരമായ വെടുപ്പുള്ള പൂർവനും അനാദന്യമായ നിലയിൽ എല്ലാവിധ കഷ്ടതകൾക്കും മരണത്തിനും അതീതനുമാകുന്നു. തന്റെ സൃഷ്ടിയെ അലങ്കരിച്ച ശ്രേഷ്ഠമാക്കുകയും കരുണയോടെ സഹായിക്കുകയും അതിന്റെ ശക്തിക്ക് തക്കവണ്ണം നിന്നുള്ളതായ അതിന്റെ വിശ്വാസത്തെ മഹാമനസ്കതയോടെ അംഗീകരിക്കുകയും ചെയ്തവൻ നീയാകുന്നു. നിന്റെ വിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാവുന്ന വിധത്തിൽ നിന്റെ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമളവാസന കൊണ്ട് ദൈവമോടെ നിറയ്ക്കുകയും ചെയ്തു. നിന്റെ ദൈവിക ഐശ്വര്യങ്ങൾ കൊണ്ട് കുറവ് വരാതിരിക്കുവാൻ നീ അതിനെ ഐശ്വര്യപ്പെടുത്തി. മഹത്വവസ്ത്രം നീ അതിനെ ധരിപ്പിച്ചു. വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും അതിനെ വിവാഹനിശ്ചയം നടത്തി. അതിനെ നിനക്ക് മതമാക്കി തീർക്കുകയും ശത്രുവിനെതിരെയും ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു. ജയകരമായി നശിച്ച രക്തങ്ങളതിന് മോതിരമായിട്ട് വെടിപ്പോടെ നീ നൽകി. അതിനെ നീ സന്തോഷിപ്പിച്ച് നിന്റെ യോഗ്യതയേറിയ പ്രകാശത്താൽ മഹിമയോടെ പ്രകാശിപ്പിച്ചു. ദൈവികമായി നീ അതിന് നൽകിയ നൽവരത്താൽ നിന്റെ കൂടെ അതിനെ വസിപ്പിച്ചു. പരിശുദ്ധ സ്നേഹന്മാർ മൂലം ക്രമമായതിന് നീ പൂർണ്ണം നൽകുകയും ചെയ്തു. ഭാര്യ ഭർത്താക്കന്മാരുടെ സന്തോഷം മോതിരങ്ങളാൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നവരുടെ ആനന്ദം മോതിരങ്ങൾ കൂടി ഏകീകരിക്കപ്പെടുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, ഇപ്പോൾ ഈ വന്യപിതാവ് ആശീർവദിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളെ നീ സന്തോഷപൂർവ്വം അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കുകയും ശാപമായിരുന്നതിനാൽ വിശുദ്ധമായി തീരുവാൻ സംഗതിയാക്കുകയും ചെയ്യണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. തമ്പുരാനെ, വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവിക അനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെയും അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായി മണവാളനും പുത്രിയായി മണവാട്ടിയും ജ്ഞാനസമ്പൂർണരും നിറവുള്ളവരുമായി തീരുവാൻ ഇടയാകണമേ. കർത്താവേ, ഇവരുടെ വിവാഹം സകല മാലിന്യങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും അകന്നിരിക്കുവാൻ കൃപയോടെ നീ സംഗതിയാക്കണമേ. ദൈവമായ കർത്താവേ, ഇഹത്തിലും പരത്തിലും അഭംഗമായി ഇവരെ നീ സന്തോഷിപ്പിക്കുമാറാകണമേ. നശ്വരമായി മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവനും വിവിധതരത്തിൽ ഇവരെ അലങ്കരിക്കുകയും വീരന്മാരും മാലാഖമാരും ഇടപെടാതെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്വർഗീയ മണവറയിലെ കരുണയോട് ഇവരെ ആനയിക്കുകയും ചെയ്യണമേ. തമ്പുരാനേതിനു മുമ്പാകെ സന്നിഹിതനായിരിക്കുന്ന ഈ ജനക്കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും സ്നേഹത്തോടെ നീ സ്വതന്ത്രരാക്കിക്കൊള്ളണമേ. ഇവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും മുമ്പാകെ നിന്ന് ഇടപെടാതെ നിന്നെ നിന്റെ പിതാവിനെ വിശുദ്ധരുമായി സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ബാറക്കുമോർ ഹോശോ
ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും നാം കൈക്കൊള്ളുവാനാകട്ടെ. ഞങ്ങളുടെ ബാധ്യസ്ഥ മൂലം പരസ്പരം വിവാഹം ചെയ്യപ്പെടുകയും തങ്ങളുടെ മണവാളത്തിന്റെ മധ്യസ്ഥനായി നിന്നെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ ദാസനിൽ നിന്നും സുഹൃത്ത് നടപടികളാവുന്ന മധുരപരിമളം ഈശോ നീ വരെ യോഗ്യരാക്കണമേ. ആത്മാർത്ഥമായ സ്നേഹവും യോജിപ്പും ശാന്തതയും വികാരപരിതമില്ലാത്ത ഐക്യവും ഇവരിൽ ഉണ്ടാകുവാനാകണമേ. ആത്മാവിലും ശരീരത്തിലും പരസ്പരം നിർമ്മലത സംരക്ഷിക്കുവാൻ ഇവർക്ക് ശക്തി നൽകണം. ഇവർ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധവുമായി സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനാകണമേ. ബർഖമോ ഹോശോ വകുൽ സുബൻ ലവൽ മേ കരുണയാലും ബഹുലമായ കൃപയാലും ഈ മോദനങ്ങളെ ആശീർവദിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. പരിശുദ്ധ സഭാസന്താനങ്ങളുടെ സന്തോഷപൂർത്തിക്കായി പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ ഈ മോദനങ്ങൾ ആശീർവദിക്കപ്പെട്ടിരിക്കുന്നു. ഭസ്മോദാവോ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വലതുകൈ കരുണയോടെ നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും നിന്റെ വിവാഹ നിശ്ചയത്തുള്ള ഈ മോതിരത്തോടു കൂടി അവിടുത്തെ കൃപയാനുഗ്രഹം നിനക്ക് ലഭിക്കുകയും ചെയ്യട്ടെ. കൃപ നിറഞ്ഞതും അനുഗ്രഹപ്രദമായ വലങ്കൈ ആയുഷ്കാലം മുഴുവൻ നിന്നോടുകൂടെ ഉണ്ടായിരുന്നു നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ പൂർണ്ണമായ വലതുകൈ
അദൃശ്യമായി നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും വിശുദ്ധ സ്ത്രീഹന്മാരിൽ നിന്ന് പോലെ ആചാരമാണ് കയ്യിൽ നിന്ന് നിന്റെ വിവാഹം ചെയ്തുള്ള ഈ മോദം നീ പ്രാപിക്കുകയും ചെയ്യട്ടെ. ആത്മശരീരയുടെ സ്വസ്ഥതയോടും ഹൃദയ സന്തോഷത്തോടെ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും നീ സ്തുതികരേറ്റുകയും ചെയ്യുമാറാകട്ടെ. ബാരക്കുമോ ഓശോ വബുകുൽ സുബ്ഹാനഹി. പരിശുദ്ധ സഭയുടെ സന്തോഷത്തെ തൻ്റെ അഭിഷിക്തം മൂലം പൂർത്തീകരിച്ച ദൈവമായ കർത്താവ് പരസ്പര വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഈ നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണരാക്കുകയും ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടി സ്വർഗീയമായ അനുഗ്രഹങ്ങൾ ഇവർക്ക് നൽകുകയും പരിഭാഗതയാൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ഇവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസഹാക്കിൻ്റെയും റെബേക്കായുടെയും വിവാഹ നിശ്ചയത്തെ സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെയും നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണരാക്കട്ടെ. മണവാളിനെ തന്നെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയവുമായ മനോഹര ഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളേക്കാൾ മഹിമേറെ വെടുപ്പിൻ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ ഈ അന്യോന്യ ബന്ധവും ചർച്ചയും തൻ്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്കും ഉതകുവാൻ ദൈവമായ കർത്താവ് സന്നദ്ധിയാക്കട്ടെ. സകല കപട സ്നേഹത്തെയും ഇവരിൽ നിന്ന് നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിപ്പാനായി സ്നേഹാഗ്നി കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവരെ അലങ്കരിക്കുമാറാകട്ടെ. സുരഭിലങ്ങളായ ശോശാന പുഷ്പങ്ങളേക്കാൾ സൗരഭമേറിയ പരിഭാഗതയാൽ ഇവരുടെ മനസാക്ഷിയെ നയിക്കുവാൻ സമ്മതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന അസൂയാലുക്കളായ തിന്മപ്പെട്ട മനുഷ്യരുടെ കൈകളിൽ നിന്ന് ദൈവം തമ്പുരാൻ ഇവരെ കാത്തുകൊള്ളുമാറാകട്ടെ. പാവനമായ വിവാഹത്തിൻ്റെ നിർമ്മല മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവ് എൻ്റെ സന്നിധിയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹസമ്പൂർണമായ സംവത്സരങ്ങളും ഇവർക്ക് സമൃദ്ധിയായി നൽകുമാറാകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ മഹിമയുടെ മുൻപാകെ നൽകുന്ന ബലഹീനരും പാപികളുമാകുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹീത സന്താനങ്ങളെയും സൗഭാഗ്യകാലങ്ങളെയും നൽകണമേ. സൽപ്രവൃത്തികളാകുന്ന സമ്പാദ്യം ഇവർക്ക് വർദ്ധിപ്പിക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. അതിൽ തന്നെ എപ്പോഴും സ്ഥിതി ചെയ്യുവാനും ഇവരുടെ മക്കൾക്കും അതിനെ അവകാശമായി നൽകുവാനും കൃപ ചെയ്യണമേ. ഈ വിരുന്നിനായി ഒരുങ്ങി വന്നിരിക്കുന്നവർക്ക് നിന്റെ കരുണകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി നൽകണമേ. നിന്റെ വിജയശ്രീമായ ഈ മണവാളിനെയും മണവാളിനെയും കാത്തുകൊള്ളുകയും പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, ഞങ്ങളെല്ലാവരുടെ മേലും നിന്റെ കരുണകൾ വർഷിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ
വന്നിരിക്കുന്ന വിശ്വാസികളെ, നിങ്ങളുടെ ബുദ്ധിമുട്ടിന് 30, 60, 100 ഇരട്ടിയായി ദൈവം തമ്പുരാൻ പ്രതിഫലം നൽകുമാറാകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ സ്ലീഹ രാവും പകലും നിങ്ങളോടുകൂടെ സ്ഥിതി ചെയ്ത് ദുഷ്ടനിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളുമാറാകട്ടെ. ഹവ്വ ആദമിനെയോ സ്വയം സ്വീകരിക്കുകയോ തിരഞ്ഞെടുക്കുകയോ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ കുറച്ച് നാൾ ഒന്നിച്ച് ജീവിക്കാൻ ശ്രമിക്കുകയോ പിന്നെ വഴിപിരിയുകയോ ആയിരുന്നില്ല. ഇങ്ങനെയുള്ള പ്രവണതകൾ നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ആധുനികതയുടെ പലതും ആകർഷണീയമായി തോന്നും. പക്ഷേ അതിൻ്റെ അപകടകരമായ അലയടികൾ നമ്മുടെ ഇടയിൽ അലയടിച്ച് കയറുമ്പോൾ നമുക്ക് മാർഗദീപം ക്രിസ്തുവും ക്രിസ്തുവിൻ്റെ വചനങ്ങളുമായിരിക്കണം. അടുത്ത ശുശ്രൂഷയിൽ, രണ്ടാമത്തെ ശുശ്രൂഷയിൽ, കിരീടവാഴ്വിൻ്റെ ശുശ്രൂഷയിൽ വിവാഹ ജീവിതത്തെക്കുറിച്ചുള്ള ക്രിസ്തുവിൻ്റെ ഒരു പ്രബോധനമാണ് വായനയായി ക്രമീകരിച്ചിരിക്കുന്നത്. വേറൊരു കോണ്ടെക്സ്റ്റിൽ എങ്കിലും കർത്താവ് പറയുന്നു, ആദിയിൽ അങ്ങനെയായിരുന്നില്ല എന്ന്. ആധുനികതയുടെ അപകടകരമായ അലയടികൾ നമ്മുടെ ഇടയിലേക്ക് ശക്തമായി കടന്നു വരുമ്പോൾ തിരുവചനം, ക്രിസ്തുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ആദിയിൽ അങ്ങനെയായിരുന്നില്ല എന്ന്. അതുകൊണ്ട് വാത്സല്യ മക്കളെ, എനിക്ക് ഒന്നാമത് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത് ആദിയിൽ എങ്ങനെയായിരുന്നു എന്നുള്ളത് അറിയണം, അനുസരിക്കണം, പാലിക്കണം, അതിൽ നിലനിൽക്കണം. അതാണ് മക്കളെ നമുക്ക് അനുഗ്രഹവും കരണീയവുമായിട്ടുള്ളത്. ആദിയിൽ എങ്ങനെയായിരുന്നു? ദൈവമാണ് ഒരു കുടുംബത്തെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് രണ്ടാമത് ഞാൻ ഓർമ്മിപ്പിക്കുന്നു, ദൈവമാണ് ഈ കർമ്മത്തിൻ്റെ മുഖ്യ കാർമ്മികൻ. ദൈവം മുഖ്യ കാർമ്മികനായി നിന്നുകൊണ്ട് ഇന്ന് നിങ്ങളെ രണ്ടുപേരെയും ഒന്നാക്കി തീർക്കുന്നതിനാൽ സ്വർഗവും ഭൂമിയും ഒരുപോലെ സന്തോഷിക്കണം. ഒരു കാലത്തും ഒരു കാര്യത്തിലും ദുഃഖിക്കുവാൻ ഇടവരുത്തുകയുമരുത്. ദൈവത്തെ മുൻനിർത്തി ദൈവാശ്രയത്തോടെ, ദൈവസ്നേഹത്തോടെ, ദൈവഭയത്തോടെ, ദൈവികമായ മൂല്യങ്ങളോട് നിങ്ങൾ ജീവിക്കുമ്പോൾ സ്വർഗവും ഭൂമിയും ഒരുപോലെ സന്തോഷിക്കും. ഇത് ജീവിതത്തിൻ്റെ അവസാനം വരെ ഓർത്തിരിക്കാൻ കഴിയുമെങ്കിൽ ഏറെ നല്ലത്. ഞാൻ വേദപുസ്തകത്തിൽ നിന്ന് 2 കാര്യങ്ങൾ എടുത്തു പറഞ്ഞ് എങ്ങനെ വിവാഹ കുടുംബജീവിതം ധന്യമാക്കി തീർക്കാം എന്ന് പറയാറുണ്ട്. അതിൽ ഒന്ന് കർത്താവിൻ്റെ ഒരു പഠിപ്പിക്കലാണ്. കർത്താവ് പറഞ്ഞു, ബുദ്ധിയുള്ള മനുഷ്യൻ വീട് പണിതത് പാറമേൽ ആയിരുന്നു. കർത്താവ് തൻ്റെ പ്രബോധനം തുടർന്നു, ഭോഷനായ മനുഷ്യൻ വീട് പണിതു മണലിന്മേലായിരുന്നു. കാറ്റടിച്ചു, വൻമഴ ചൊരിഞ്ഞു, അതിന്മേൽ അടിച്ചു. അതിൻ്റെ അടിസ്ഥാനം ഉറപ്പുള്ളതല്ലായിരുന്നത് കൊണ്ട് അത് നിലംപരിചായി മണലിന്മേൽ പണിതത്. പക്ഷേ ബുദ്ധിയുള്ള മനുഷ്യൻ വീട് പണിതത് പാറമേലായിരുന്നു. കാറ്റുണ്ടായിരുന്നു, തിരയുണ്ടായിരുന്നു, വൻമഴ ചൊരിഞ്ഞു, അതിന്മേൽ അടിക്കുകയും ചെയ്തു. പക്ഷേ അതിൻ്റെ അടിസ്ഥാനം ഉറപ്പുള്ളതായിരുന്നത് കൊണ്ട് അത് നിലംപരിചായില്ല. മക്കളെ, എവിടെ പണിയുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ് പലതിൻ്റെയും നിലനിൽപ്പും അതിജീവനവും ഉണ്ടാകുന്നത്. ഉറപ്പില്ലാത്തതിൻ്റെ മേൽ, ഭൗതികതയുടെ മേൽ, ക്ഷണികതയുടെ മേൽ, നശ്വരതയുടെ മേൽ പണിതുയർത്തുന്നതൊക്കെ നിലംപരിച്ചാകാൻ നിമിഷങ്ങൾ മതി, നിസ്സാര കാര്യങ്ങൾ മതി. ഞാൻ വേദപുസ്തകത്തിൽ നിന്ന് എടുത്തു പറയുന്നത് കർത്താവും ശിഷ്യന്മാരും യാത്ര ചെയ്ത ഒരു പടകിനെ കുറിച്ച്. യേശുദാൻ അമരത്ത് ഉറങ്ങുന്നു. അധികം ഇരുട്ടുന്നതിന് മുമ്പ് ശിഷ്യന്മാർ ഓർത്തു, ഞങ്ങളിൽ എത്ര കണ്ടവരാ, എത്ര കൈകാര്യം ചെയ്തവരാ എന്നവർ വ്യാമോഹിച്ചു. ഊറ്റം കൊള്ളുന്ന പോരാ, മനുഷ്യൻ അഹങ്കരിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിനെല്ലാം പരാജയ സാധ്യതയുണ്ട് എന്ന് ബോധ്യമായപ്പോഴാണ് ഒരു കാര്യം ഓർക്കുന്നത്.
എന്തിന് പെടാപ്പാടുപെടുന്നു? അമരത്തുറങ്ങിയ കർത്താവിനെ ഉണർത്തി അവൻ എഴുന്നേറ്റു, വീണ്ടും വരുന്നു ഒരു മാത്രം. പക്ഷേ ഞാനത് തിരിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ശിഷ്യന്മാർ കർത്താവിനോടുകൂടി യാത്ര ചെയ്തത് കൊണ്ട് മാത്രം പ്രതിസന്ധികളിൽ കൂടെയിരുന്ന് അതിജീവനത്തിന് സഹായിക്കുന്ന ക്രിസ്തുവിനോടുകൂടി ചേർന്നുള്ള ഒരു ജീവിതയാത്രയായിരിക്കണം നിങ്ങളുടേത്. എത്ര കണ്ട് കർത്താവിനോട് നിങ്ങൾ ഒന്നിച്ചു ചേരുന്നുവോ അത്ര കണ്ട് നിങ്ങളുടെ വിവാഹ കുടുംബജീവിതം ധന്യവും അനുഗ്രഹവുമായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല. ചേർന്ന് മതിയെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. പോലെ ഈ മണവാട്ടിയുടെ കുടുംബവുമായി ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലം മുതലുള്ള പരിചയവും അടുപ്പവുമുണ്ട്. അച്ഛനും ഞാനുമൊക്കെ യുവജന പ്രസ്ഥാനത്തിൽ ഒന്നിച്ചുണ്ടായിരുന്ന ആ കാലത്ത് തുടങ്ങിയ ഒരു ആത്മബന്ധം അനുസ്യൂതം ഇന്നും തുടരുന്നു. ചെറുതലക്കാരെ അറിയത്തില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. കൂടുതൽ പരിചയവും ദീർഘകാല ആത്മബന്ധവും ഉള്ളത് മണവാട്ടിയുടെ കുടുംബമാണ്. മണവാളിൻ്റെ കുടുംബവും നല്ലവണ്ണം ഞാൻ അറിയും. മക്കളെ, അനുഗ്രഹിക്കുന്ന കുടുംബജീവിതത്തിനുള്ള എല്ലാ കൃപകളും ദൈവം നിങ്ങൾക്ക് സമൃദ്ധിയായി നൽകട്ടെ. നന്മകൾ നേരുന്നു. നിങ്ങളുടെ നല്ല കുടുംബജീവിതം കൊണ്ട് സന്തോഷിക്കാനുള്ള ഭാഗ്യം ദൈവം ഞങ്ങൾക്ക് നൽകട്ടെ. നമുക്ക് രണ്ടാമത്തെ ശുശ്രൂഷ ആരംഭിക്കാം. ഒരിക്കലും നശിച്ചു പോകാത്ത വിരുന്നിനും അഴിവില്ലാത്ത മണോറയ്ക്കും ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കണമേ. ആ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന അതിഥികളോടുകൂടി നിന്റെ നിത്യമായ സന്തോഷങ്ങളിലേക്ക് ഞങ്ങളെയും ക്ഷണിക്കണമേ. അവരുടെ കൂട്ടത്തിലൂടെയും നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റോഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. ഓശോ വബകുല സമാനമൽമേ. Moya
ബന്ധിതരായിരിക്കുന്ന ഈ ദാസരെ നിന്റെ നൽവരങ്ങളുടെ ഐശ്വര്യത്താൽ ശ്രേഷ്ഠരാക്കുകയും നിന്റെ ദാനങ്ങളാൽ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്റെ ദിവ്യകൽപ്പനകളിൽ നിന്നുള്ളതായ ആനന്ദം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധരുമായുമായുള്ളവേ, സന്തോഷ ഉല്ലാസങ്ങളോടുകൂടി ഇവർ നിനക്ക് സ്തുതി പാടുകയും ഇവർ നിരസനത്തിൽ ആഹ്ലാദിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ അപുൽസുബാലോൽമീൻ ബാരിക്കുമോ. ഉണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവനും എന്നേക്കും നിലനിൽക്കുന്നവനുമായ സ്വയംഭൂ മാലാഖമാർ തന്റെ സിംഹാസനത്തിന് ചുറ്റും നിന്നുകൊണ്ട് തനിക്ക് ആരാധന അടയ്ക്കുന്ന അനാദിന്ത വചനവും തന്റെ ബഹുലമായ കരുണ നിമിത്തം ഞങ്ങളെല്ലാവരുടെയും മേൽ ദയ തോന്നി തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ തിരികെ വരുത്തുകയും തന്നിൽ നിന്ന് അന്യമായി പോയിരുന്ന ഞങ്ങളുടെ പ്രകൃതത്തെ സ്നേഹപൂർവ്വം തന്നോട് സമീപിപ്പിക്കുകയും ചെയ്ത മഹോന്നതനും ഏതൊരു തത്വജ്ഞാനിക്കും താർക്കികനും തന്റെ തത്വത്തെ ആരാധിക്കുവാനല്ലാതെ പരിശോധിക്കുവാനോ അറിയുവാനോ കഴിയുന്നില്ല എന്നുള്ളവനും അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനും തന്നാൽ അഴിക്കപ്പെടുന്നതെല്ലാം അഴിക്കപ്പെട്ടും ബന്ധിക്കപ്പെടുന്ന സകലതും ബന്ധിതമായും ഇരിക്കുന്നവനും തന്റെ വല്ലഭത്വത്തിന്റെ മഹിമയ്ക്കായി മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷ കിരീടങ്ങളെ പ്രദാനം ചെയ്യുന്നവനുമായ കർത്താവേ, നിനക്ക് സ്തുതി. അവിടുത്തെ ദാസരുടെ കിരീടങ്ങൾ ആശീർവദിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളായി കൂടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും അവിടുത്തേക്ക് യോഗ്യമാകുന്നു. സകല സ്വർഗീയ സേനകളും ഭയന്ന് മറച്ചുകൊണ്ട് മഹത്വപ്പെടുത്തുകയും മഹോന്നതങ്ങളിൽ അഗ്നിമയന്മാരുടെ കൂട്ടങ്ങൾ തന്റെ ശ്രേഷ്ഠതകൾ പരിഭ്രമിച്ച് ചഞ്ചലപ്പെടുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, അവർണ്യമായ നിന്റെ കൃപാപ്രവാഹത്താലും നിസ്സീമമായ നിന്റെ ദയയാലും നിസ്സാരന്മാരായ ഞങ്ങളുടെ സ്തോത്രങ്ങളിൽ നീ സന്തോഷിക്കുകയും എളിയവരും മൺമയിലുമായ ഞങ്ങളുടെ ശുശ്രൂഷകളിൽ നീ പ്രീതിപ്പെടുകയും ചെയ്യുന്നു.
ഞങ്ങൾക്ക് ആവശ്യമുള്ളവ നിന്നോട് യാചിച്ചു കൊള്ളുവാൻ നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങളിൽ നീ തിടുക്കമുള്ളവനാകുന്നു. ശിക്ഷാർഹന്മാരോടുള്ള പ്രതികാരത്തിൽ നീ ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നു. സകല പ്രവൃത്തികളിലും ഉത്തമരായിരിക്കാൻ തക്കവണ്ണം ഇവർക്ക് സ്വസ്ഥതയും രക്ഷയും നൽകി ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ സത്യത്തിൽ തന്നെ ചലിക്കുവാൻ തക്കവണ്ണം നിന്റെ ന്യായപ്രമാണ മാർഗത്തിൽ ഇവരെ കാത്തു നയിച്ചു കൊള്ളണമേ. എപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. Hallelujah.